വെൽക്കം ടു നിമീസ് കിച്ചൺ. പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തെ രാവിലെ ട്യൂഷന് പോണം. നാട്ടിൽ നിന്ന് 7:15 ഒരു ബസ് ഉണ്ട്, NM ബ്രദേഴ്സ്. 7:15 ബസ്സിന് പോണെങ്കിൽ ഞാൻ മിക്കവാറും എണീക്ക് 6:45. നല്ല മടിച്ചായിരുന്നു. 6:45 എണീറ്റ് 7:15 പോണെങ്കിൽ ശരിക്കും ഒരു ഓട്ടപ്പാച്ചിലിന്റെ ബാക്ക്ഗ്രൗണ്ട് അമ്മേന്റെ ചീത്തയാ. ചീത്തയൊക്കെ കേട്ട് നമ്മൾ സ്കൂളിലേക്ക്, ചീത്ത പറഞ്ഞ വിഷമത്തില് വീട്ടിലെ അമ്മ. നമ്മുടെ വിഷമം മാറ്റാൻ വൈകുന്നേരം അമ്മ എന്തെങ്കിലും ഒരു കൂട്ടം അടുക്കളയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. മസിൽ പിടിച്ചിട്ടാ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുക. പക്ഷെ അടുക്കളയിൽ നിന്ന് ചൂട് പഴംപൊരിന്റെയും ചായന്റെയും ആ ഒരു മണം ഇങ്ങനെ വരുമ്പോ എല്ലാ മസിൽ പിടുത്തം മാറ്റി അതിനു മുന്നിലിരിക്കും. എല്ലാ അമ്മമാരുടെയും ട്രിക്കാത്. പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായില്ല. ഇന്ന് എന്റെ മക്കളുടെ പിണക്കം മാറ്റാൻ ഇതേ ഐഡിയ ട്രൈ ചെയ്യുമ്പോ എനിക്ക് അറിയുന്നുണ്ട് ആ മാജിക്കൽ ട്രിക്ക് എന്താന്ന്. ഞങ്ങൾ 4 പെൺകുട്ടികളാ. അപ്പൊ എല്ലാരും പറയും, ഓ വീട്ടില് ബഹളമൊന്നും ഉണ്ടാവില്ല അല്ലേ, ഭയങ്കര പീസ്ഫുൾ ആവുന്നു. ഞങ്ങളും അടിപിടിയൊക്കെ കൂടിയിരുന്നു കേട്ടോ. വാങ്ങിക്കൊണ്ടുപോയപ്പോ 4-5 ഏതാ വലുപ്പം നോക്കുന്ന ടീംസ് ആയിരുന്നു ഞങ്ങള്. ഒരു ദിവസം പിള്ളേരോട് അടിപിടി കൂടിയതിന് അച്ഛനൊരു നല്ല അടി കിട്ടി. ഞാൻ ആ ദേഷ്യത്തിൽ പോയി കിടന്നിറങ്ങി. രാവിലെ എണീറ്റപ്പോ കയ്യില് ഒരു മിഠായി പാക്കറ്റ്. എല്ലാവർക്കും അറിയണ്ടാവും, സൊലാനോ പറഞ്ഞിട്ട് പണ്ടൊരു മിഠായി ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാ. ഇപ്പോഴും എനിക്ക് അതിന്റെ രുചി അറിയാം. അച്ഛൻ തല്ലിയതിന്റെ വിഷമെല്ലാം ആ മിഠായി കിട്ടിയതോടെ തീർന്നു. ഭക്ഷണത്തിന് പലപ്പോഴും സ്നേഹത്തിന്റെ ഭാഷയാണ്. ഒരുമിച്ചൊരു ചായ കുടിച്ചാലോ ഒരുമിച്ചൊരു ഭക്ഷണം കഴിച്ചാലോ തീരുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളൂ. പിണങ്ങിപ്പോയ കൂട്ടുകാരില്ലേ നിങ്ങൾക്ക്? ഒന്ന് വിളിച്ചു നോക്ക്. ഒരു ചായ കുടിച്ച് ഒന്നിച്ചിരുന്നൊന്ന് സംസാരിച്ച് നോക്ക്. ഒക്കെ ശരിയാവുള്ളൂ.